ഹായ്, വെൽക്കം ഓൾ. ഇന്നത്തെ വീഡിയോയിൽ ഈ പുറകെ കാണുന്ന പ്ലാന്റ് ടാങ്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണ്, അതിനെങ്ങനെ ലൈറ്റ് എങ്ങനെയാണെന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോകും. പിങ്ക് കളറിലുള്ളത് അമാനിയ സെനഗലാസിസ് എന്നുള്ള പ്ലാന്റ് ആണ്. ഒരു സ്റ്റെം പ്ലാന്റ് ആണ്. നമുക്കിത് സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പ്ലാന്റ് ചെയ്യാൻ പറ്റും. നല്ല ഒരു കളർഫുൾ ആയ ഒരു പ്ലാന്റ് ആണ് അമാനിയ സെനഗലാസിസ്. ഈ കാണുന്ന ഒരു മോസ് വെറൈറ്റിയാണ് റിക്കിയ മോസ്. ഇത് വുഡിലോ അല്ലെങ്കിൽ റോക്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. നമുക്കൊരു കാർപ്പറ്റ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ നല്ല ബുഷിയായിട്ട് വളർത്താൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് റിക്കിയ മോസ്. ഈ ഫോർഗ്രൗണ്ടിൽ കാണുന്ന റൊട്ടാല വെറൈറ്റിയാണ്, റൊട്ടാല ഹൈ റെഡ് സിംഗപ്പൂർ. അത് ഫുള്ളായി റെഡ് ആയിട്ടില്ല, എന്നാലും നമ്മുടെ പ്ലാന്റിൽ അത്യാവശ്യം ഒരു കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് റൊട്ടാല സിംഗപ്പൂർ വെർഷൻ. ഇതിൽ കാണുന്ന വുഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്രസീലിയൻ പെന്നിവേർട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആയിട്ട് ഒക്ടോബസ് പ്ലാന്റ് ആഡ് ചെയ്തിട്ടുള്ള റൊട്ടാല സിംഗപ്പൂർ വേർഷൻ, റൊട്ടാല ഗ്രീൻ, റൊട്ടാല മെക്രാൻഡെ മീനി, ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഹൈറ്റിലുള്ള പിങ്കിഷ് ആയിട്ടുള്ള പ്ലാന്റ് അമാനിയ സെനഗലാസിസ് ആണ്. അത് നല്ല ലൈറ്റിലൊക്കെ നല്ല കളറായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഹൈഡ്രോപോത്തൽ മിനിയാണ് ഫോർഗ്രൗണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രീഷൻ ക്യാപ്സ്യൂളിൻ്റെ എഫക്റ്റ് ഒരു 3 months ഒക്കെ നമ്മുടെ ടാങ്കിൽ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 10 to 50 days ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് വളരെ സ്ലോ റിലീസിങ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഇതിന് വരുന്നത്.